ഇനി ചില കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഇപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തോട് യോജിപ്പിൽ പോവുക, അദ്ദേഹം ശംസുൽ ഉലമനെ വേദനിപ്പിച്ചു, അവരോട് പിണങ്ങി, എന്നിട്ട് അദ്ദേഹത്തെ വെള്ളം, ഇതൊക്കെയാണ് പറയണേ. അത്തരക്കാരോട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സുഹാബി നടന്നൊക്കെ പറയണ ഈ കൗമിനോട്, അവരോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആണ്ട് പറയും. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമായി തങ്ങളെ ലോകത്ത് ഏറ്റവും മ്ലേച്ഛമായി അധിക്ഷേപിച്ച വ്യക്തി ആരാന്ന് നിങ്ങൾക്കറിയോ? ആരാ? ഫൈസിയാണ്. അദ്ദേഹം ഒരു ഫൈസിയാണ്. മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അധപ്പതിച്ചാൽ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ആരാത് എഴുതിയത്? ആ എഴുതിയ ആൾക്ക് ഈ പ്രസ്ഥാനം പുറത്തു കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ചെറുശ്ശേരി ഉസ്താദൊക്കെ അടക്കമുള്ള കാലഘട്ടത്തിൽ ആ പറഞ്ഞ വ്യക്തിക്ക് പുറത്തു കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സമസ്തയുടെ നേതൃതലത്ത് കൊണ്ടുവരികയും മുശാവറയിലേക്ക് വരെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിലിരിപ്പോണ്ടും നാവ് ശരിയല്ലാത്തതുകൊണ്ട് വീണ്ടും പിടിച്ച് പുറത്തിടേണ്ടി വന്നു. പുറത്തിട്ടപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് വീണ്ടും ഭൂമാലസി കൊടുത്ത് സ്വീകരിച്ചു. അല്ലെങ്കിൽ ഈ പുറത്തിട്ടിനോട് പ്രത്യേക താല്പര്യമുള്ള ഒരു കൗമുണ്ട്. സമസ്ത പുറത്താക്കിയതൊക്കെ ഭയങ്കര ഈ വേസ്റ്റ് ഉറക്കിയെടുക്കണ വേസ്റ്റ് ഉറക്കിയെടുക്കുന്ന ചില ആൾക്കാർക്ക് ഹോബിയാണ്. അങ്ങനത്തെ കുറച്ച് ആളുകൾ സമസ്ത വലിച്ചെറിഞ്ഞ് വേസ്റ്റ് ഒക്കെ പുറക്കിയെടുക്കുന്ന കുറച്ച് ആളുകൾ അതിനിങ്ങനെ ഹൈപ്പ് കൊടുത്തു. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്തു? ഇവരല്ലേ ഇപ്പൊ എന്നാ ചെമ്മാട് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയും പൂമാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തത് ഈ പറഞ്ഞ വ്യക്തിക്കല്ലേ? എവിടെ പോയി നിങ്ങളെ ശംസുൽ ഉലമയോടുള്ള സ്നേഹം? ശംസുൽ ഉലമക്കെതിരെ അൽ മുബാറക്കിൽ ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച വേറെ ഏത് വ്യക്തിയുള്ളത്? അദ്ദേഹം നമ്മൾ പ്രണമാന്തല്ല. പിന്നെ നിങ്ങളിത് പറഞ്ഞപ്പോ പറയാം, ഈ വൈസി ഉസ്താദിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി നിങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തില്ലേ, അതുകൊണ്ട് പറയണം. എന്നാൽ ആ വ്യക്തിക്ക് സമസ്ത പുറത്തു കൊടുക്കുകയും മുശാവറയിൽ എടുക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇതാണ് സമസ്തന്റെ പാരമ്പര്യം. ഇതാണ് ശംസുൽ ഉലമയുടെയും മഹാന്മാരായ മുൻഗാമികളുടെ ഒക്കെ വഴി ഇതാണ്. അതുകൊണ്ടാണ് ഷജറകളും മസ്ലഹത്തിന്റെ വഴിക്ക് പോകാൻ ശ്രമിക്കുന്നത്. ഷജറകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമസ്തക്കാർ. അത് ഞങ്ങളുടെ പൂർവികരുടെ വഴിയാണ്. ത്വരങ്കം വെക്കലും ഭാരവപ്പലും ബുദ്ധിതിരിപ്പുണ്ടാക്കലും നിങ്ങളെ പണിയാണ്. നിങ്ങൾ ആ പണി തുടർന്നോളി. അത് നിങ്ങളെ മുൻഗാമിയുടെ പണിയായിരുന്നു. നിങ്ങളെ വിടാൻ പാടില്ല. നിങ്ങൾ ആ വഴിക്കന്നെ മുന്നോട്ട് പോകണം. അതിന് നിങ്ങൾ ഏത് ആരെ നിങ്ങൾ കൂട്ടുപിടിച്ചാലും നമുക്കത് വിരോധമില്ല. നിങ്ങൾ ആരൊക്കെ ഒരുമിച്ച് വന്നാലും നമുക്കതൊരു പ്രശ്നമല്ല. നമുക്കെന്താ പറയുക, നേതാക്കന്മാരെ നമുക്ക് കുറെ കടിഞ്ഞാണ് ഇട്ട് തന്നിട്ടില്ല. അതാണ് വലിയ പ്രശ്നം. ആ കടിഞ്ഞാണ് ഓപ്പണായി കിട്ടാനുള്ള പ്രശ്നമുള്ളൂ. അത് ഓപ്പണായി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പലതും ഞങ്ങൾ ഓപ്പൺ ആക്കാത്തതിന്റെ കാരണം നേതാക്കളുടെ കയ്യിൽ കടിഞ്ഞാണുള്ളതുകൊണ്ടാണ്. അപ്പോ അദ്ദേഹത്തെ ഇവരെ കൊണ്ടെടുക്കണത് നമ്മളല്ല. ഇനി ഞാൻ വേറൊരു കാര്യം പോകണം. ആ കാലത്ത് 3 പേരുകൾ ത്രിമൂർത്തികളുണ്ടായിരുന്നു. അവരെ CK അബ്ദുൽ മുസ്ലിയാർ, MP മുസ്തഫൽ ഫൈസി, പിന്നെ KA റഹ്മാൻ ഫൈസി. CK അബ്ദുൽ മഫത്തായി അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. നമ്മളിതൊന്നും വ്രണമാന്തല്ല. പിന്നെ ഒരു വിഷയം പറയുമ്പോൾ അത് ആവശ്യമാണ്, അതുകൊണ്ട് പറയാം. മറ്റേ 2 ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനെതിരെയും ശംസുൽ ഉലമക്കെതിരെയും കോട്ടുമല ഉസ്താദിനെതിരെയും അന്നത്തെ KK ഹസ്രത്തിനെതിരെയും നേതാക്കൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അൽ മുബാറക്കിലൂടെ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് സുന്നികളെ അവർക്കെതിരാക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയ മുസ്തഫൽ ഫൈസി, നിങ്ങളാണ് ഇപ്പൊ അദ്ദേഹത്തെ കൊണ്ടുനടക്കുന്നത്. അദ്ദേഹത്തെ മുശാവറയ്ക്ക് കയറ്റാൻ വേണ്ടി നിങ്ങൾ സമരം ചെയ്യാണ്, നിവേദനം കൊടുക്കുകയാണ്. കാന്തപുരം അത്ര ഗൗരവമുള്ളതൊന്നും ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഞാൻ കേട്ട പൂർവികരായ ഉസ്താദുമാരും പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല. ശംസുൽ ഉലമയെ കുറിച്ച് AP അങ്ങനെ പറഞ്ഞു, ശംസുൽ ഉലമയെ കുറിച്ച് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് AP ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും ഇത്ര ഗൗരവമുള്ള വാക്കുകളൊന്നും ഇദ്ദേഹം ഉപയോഗിച്ചതുപോലുള്ള. പിന്നെ KA റഹ്മാൻ ഫൈസിയ മൂപ്പരാലെന്താ ഇതേപോലെ അൽ മുബാറക്കിന്റെ ആളെ നടന്ന ആളാണ്. കണ്ണിയത്ത് ഉസ്താദിനെതിരെ ശംസുൽ ഉലമക്കെതിരെ അദ്ദേഹത്തിന് സമസ്ത പുറത്തു കൊടുത്തില്ലേ? പൂർവികർ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തില്ലേ? സമസ്തയുടെ സംഘടനാ തലങ്ങളിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുവന്നില്ലേ? അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തില്ലേ? പക്ഷേ അദ്ദേഹം നന്ദി കേട് കാണിച്ചു. സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ പുറത്തു വലിച്ചെറിഞ്ഞ CIC-യുടെ ആളായിട്ടാണ് ഇപ്പൊ അദ്ദേഹം സമസ്തക്കെതിരെ പല കളവുകൾ പറഞ്ഞു നടക്കുന്നത്. സയ്യിദുൽ ഉലമക്കെതിരെയൊക്കെ കുറെ ഉണക്കെ പറഞ്ഞു സഹിച്ചൊക്കെ നമുക്ക് അറിയാം. കാവനൂർ വെച്ച് ഇവരാ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് SMF-ന്റെ ആളാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഇത് ബാധകല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതിനൊന്നൊരു നിലപാടല്ല, നിങ്ങൾക്ക് ആത്മാർത്ഥതയുമല്ല. പിന്നെ നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിനോടുള്ള വിരോധമാണ്, സമസ്തയോടുള്ള വിരോധമാണ്, ബാഹ്യശക്തികളുടെ പിന്മുറക്കാരാണ് നിങ്ങൾ.